കഴുത്തിലെ കയറ് പോടുമ്പോൾ അവ എന്നെ ചൊന്നാൻ തെരിയുമോ? ഞാൻ നിരപരാധിയാ, എന്നെ കൊല്ലല്ലേന്ന് പറയാത്ത പുള്ളികളുണ്ടോ? നീങ്ക നനയ്ക്കുന്ന മാതിരി ഇല്ല. അവ ഉണ്മയിലേ നിരപരാധി. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ട് എന്താ? കൊല്ലം ഒത്തിരി ആയില്ലേ? അവ നിരപരാധി. പിറകുതാ എല്ലാം തെരിഞ്ഞത്. ആനാ എന്നാലും ഒന്നുമേ ചെയ്യ മുടിയല്ലേ. அந்த பாவக்கரை இந்த கையில. அண்ணாச்சி இருக்காரா? குழந்தைக்கு பஸ்மம் போடணும். எதுக்கு அம்மா குழந்தை நினைச்சது? ஏம்மா எனக்கு உடம்பு சுகமில்லை, பஸ்மம் போடணும். பகவதி தாயே, எங்கள் வினையை தீர்க்க வந்த ஈஸ்வரியே அம்மா, மங்கையே வடபத்திரகாளி என் அம்மா, தாரிகனை சங்கரித்த தாயே நீ வருவாய், எல்லோரையும் படைத்த ஈஸ்வரியே ஆவாய். നീ പോമ്മ, കാലംബരം എല്ലാം ശരിയാ പോയിടും. തല തുടയ്ക്കാൻ വന്നടെ, കാച്ചിൽ വരട്ടും. எல்லாத்துக்கும் நான் வேணும். இந்த கேட்டு வயசுலேயே என் புருஷனுக்கு சிங்காரம். வேட்டியை மாற்றிட்டு வாங்க, கஞ்சி குடிக்கலாம். ഏയ് നിക്ക, നീ ആരാച്ചാരുടെ മകനല്ലേ? ആമാ, കാളിയപ്പന്റെ മകനാണ്. സ്വാതന്ത്ര്യ സമര ഭടനാണെന്ന് കേട്ടു. നീയും ഗാന്ധിയും കൂടെ ആണോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരാൻ പോകുന്നേ? ആരാച്ചാരെ ഞാൻ അന്വേഷിച്ചെന്ന് പറ. പൊന്നുതമ്പുരാന്റെ ചോറ് വെറുതെ ഇരുന്ന് തിന്നുന്നതിന്റെ പൊളപ്പാ. അതിനിപ്പോ തൂക്കിക്കൊല നിർത്തിയിട്ട് കൊല്ലം ഒത്തിരി ആയില്ലയോ? ആർക്കും വേണ്ടാത്തവനെ അല്ലയോ കൊലമരത്തി കയറ്റുന്നത്? അത് പിന്നെ അങ്ങനെ അല്ലയോ? പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ കേസ് തോക്കോ? ക്രിമിനൽ വക്കീൽ ഉണ്ട വിഴുങ്ങിയ കേസ് കേട്ടിട്ടുണ്ടോ? കൊള്ളാം, ആരാ കേട്ടിട്ടില്ലാത്തത്? പ്രമാദമായ കേസല്ലായിരുന്നു? ഒടുവി കൊലയാളി കൈയും വീശി അല്ലയോ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? കയറ് വീണതാ മണ്ട ചെറുക്കന്റെ കഴുത്തിൽ. ഇവളെ ഏതാ ഭാസ്കരവിളെ?
ഇതിനു മുമ്പ് ഇവിടെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ. അതാ ഞാനും വിചാരിച്ചേ, വല്ല പുതിയ പൊറുതിയും ആയിരിക്കും. ഓ, ഇനി ഇപ്പൊ ഇതൊക്കെ അന്വേഷിച്ചിട്ട് എന്തൊരു കാര്യം? അങ്ങനെ അങ്ങ് വിടാറായോ? എടോടോ, കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബതകളയരുതാരും മരണം വരുമിനിയെന്നു നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നില്ല മരിക്കുമിതെന്നും, കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തില്ല എന്നേ കാൺമൂ നാരായണ ജയ. ക്ഷണഭങ്കുരമായ ഈ ചെറു ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നെത്തുന്ന സ്വന്തം മരണമെന്ന സത്യത്തെ നാം ആരും കാണുന്നില്ല. ദുരന്തം മറ്റുള്ളവർക്കാണ് എന്ന് നാം കരുതുന്നു. എന്നാൽ അത് അനുകമ്പാപൂർവം സ്വാംശീകരിച്ച് സ്വന്തം അനുഭവമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് നമ്മിൽ മാനുഷികത ഉണ്ടാവുന്നത്. നമ്മുടെ ഭാഷാചാര്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എത്ര ലളിതമായാണ് ഈ വലിയൊരു സത്യം ഇവിടെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത്. സാർ, ഈ കുട്ടിയുടെ കാലിൽ ചോര.
உனக்கு என்ன வாசு எப்பவும் ஒரே அவசரமா இருக்க? வந்துட்டு 2 நாள் ஆச்சே. பசுவை யாரு பார்த்துக்கிடுவா? அப்படின்னா மாதவி 2 நாள் நிக்கட்டும். அது ஒத்து வராது மாமி. அது ஏன் பொண்டாட்டி பிரிஞ்சிருக்க மாட்டியா? மல்லிகா மல்லிகா മല്ലിക എന്താ ഒരുങ്ങാൻ നിൽക്കുന്നേ? പള്ളിക്കുടുത്തി വരുന്നില്ലേ? അപ്പാ പറഞ്ഞു ഇനിമേ പഠിക്ക വേണമെന്ന്. മല്ലിക എന്താ വരാത്തേന്ന് ഇന്നലെ സാർ ചോദിച്ചു. സുശീല പൊയ്ക്കോ, അവളെ ഇനിമേ പള്ളിക്കൂടത്തേക്ക് അനുപ്പല. ஐயா வணக்கம். அம்மா தா அண்ணன் வந்திருக்கான். இந்த மிட்டாய் வச்சுக்க. இது என்ன அண்ணா? இதுதான் நூல் நூக்கிற ராட்டை, பாத்துக்க. நூல் எடுத்து கழி பண்ணி மன்றத்தில் கொடுத்தாச்சுன்னா பஞ்சு கிடைக்கும். அப்படி நிறைய கழி கொடுக்கும்போ நமக்கு துணி கிடைக்கும். அப்போ உனக்கு புதுசா ஒரு பாவாடை. நானும் எடுக்கலாம் நூல். டேய் முத்து, எவ்வளவு நாளாச்சுடா நீ ஊரை விட்டு போயிட்டு? அம்மா அவ்வளோ ஒன்றும் ஆகலை, கிட்டத்தட்ட ஒரு வாரம். உனக்கு சொல்லிட்டு போயிருக்க கூடாதா? உன்னை பத்தி சொல்லி அப்பா ரொம்ப வருத்தப்பட்டாரு. கவலைப்படாதம்மா, நான் எல்லாம் அப்பா கிட்ட சொல்லிக்கிறேன். ஒரே கோலமா போச்சு. அப்பா கிட்ட சொல்லி உனக்கு நான் ஆட்டுக்கால் சூப்பு வச்சு தரேன். அதெல்லாம் வேணாம்மா, நான் ஆடு மாடு சாப்பிட்றதையெல்லாம் நிறுத்தியாச்சு. நெசமாவா? காய் பழம் இலை கிழங்கு எல்லாம் இருக்கே. என் அம்மாவனுக்கு என்னாச்சு? காஷாயம் கட்டிட்டு காசிக்கு போறியா? நீ ஊரு ஊரா சுத்துறியா, சுதந்திரத்துக்காக பாடுபடுறியா, எல்லாம் நான் கேள்விப்பட்டேன். ஆனா அந்த காந்தி சொன்ன ஒரு விஷயம் மட்டும் நான் ஒப்புக்கொள்ள மாட்டேன். அது என்ன விஷயம் தெரியுமா? இதுதான். வாங்க. ஒப்புக்கொள்ள மாட்டேன்.
ஒப்புக்கொள்ள மாட்டேன். ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. നല്ലതോ കെട്ടതോ? അത്ര നല്ലതല്ല. എന്നാ പറയണം. അതെന്താ? സ്വപ്നം ചിലർക്ക് ജലകാലം ഒത്തുവരുമെന്നാ. ആഴമുണ്ടോ? മുട്ടുവരെ കാണും. പക്ഷെ ഭയങ്കര ചെളിയാ. ഇപ്പുറത്ത് വരണോ? അടുത്തെവിടാ പാലം? 1.5 മൈല് താഴോട്ട് നടന്നാല് ഒരു തെങ്ങും പാലം ഉണ്ട്. ഒറ്റത്തടിയാ. കേറി പാതിയാവുമ്പം ഒരു വിറവിറയ്ക്കും. താഴോട്ട് നോക്കാതെ അങ്ങ് നടന്നേക്കണം. പക്ഷേ എത്ര വിചാരിച്ചാലും നോക്കിപ്പോവും. എന്തിനിത്ര ആലോചിക്കാൻ? അങ്ങത്തെ വരി അക്കരയ്ക്ക് ആക്കി തന്നാ പോരിയോ? സൂക്ഷിക്കണം, കാല് ചെറുക്കും. ആദ്യം നമ്പണം, പിന്നെ ഒരു പേടിയും വേണ്ട. പേടിക്കാതെ ഇരിക്കണം. ഇപ്പൊ പോവിടും. പേരുത്ത ധൈര്യശാലി. ഇനി മൂച്ചു വിട്ടോണം. ആരന്വേഷിച്ചു വന്നത്? ആരാച്ചാരുടെ വീട് ഇതിനടുത്തല്ലേ? അത് ഈ വയലിന്റെ അങ്ങേക്കരയ്ക്കാ. അവിടെ പോവാൻ കരയിലൂടെ വഴി ഉണ്ടായിരുന്നല്ലോ. ആരാച്ചാരില്ലേ? ഇല്ലേ. എവിടെ പോയി? എനിക്കറിയാം എവിടാന്ന്. എന്നാടാ? വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. യാര്? വില്ലും തൊപ്പിയും വെച്ച യേശമാ. എന്നാ? ശ്രീ പത്മനാഭദാസ
വഞ്ചിപാല രാമവർമ്മ മന്നേ സുൽത്താൻ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചുത്തരവായിരിക്കുന്ന എന്തെന്നാൽ അവിടുത്തെ നീതിന്യായ കോടതിയുടെ തീർപ്പിൽ തിരുമനസ്സിലെ പ്രജകളിൽ ഒരുവൻ അത്യന്തം ഹീനവും നിന്ദ്യവുമായ കൊലപാതക കൃത്യം നടത്തിയിട്ടുള്ളതും ആയത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതുമാകയാൽ കുറ്റവാളിയെ ഈ വരും കന്നി 23-ന് മരിക്കുമരെ തൂക്കുന്നതിനായി കൽപ്പിച്ചിരിക്കുന്നതാകുന്നു. ആയതിനാൽ നാഗരുകോവിലിൽ മേക്കുത്തെരുവിൽ ചിന്നപ്പൻ മകൻ കാളിയപ്പൻ വ്രതവും വൃത്തിയുമായി ഒരുങ്ങി ഒരുമ്പെട്ട് ഇരിക്ക വേണ്ടുന്നതുമാകുന്നു. ഇത് പൊന്നുതമ്പുരാൻ കൽപ്പിച്ച ഉത്തരവ്. ஐயா உடம்பு கொஞ்சமும் சரியில்லை, வயசாயாச்சு. குழி தேவாரெல்லாம் தாங்காதையா. எப்படியாவது இன்னொരാളെ വെച്ചിടുങ്കോ. നിനക്കും നിന്റെ വീടർക്കും ഉണ്ണാനും ഉടുപ്പാനും പൊന്നുതമ്പുരാൻ കൽപ്പിച്ചു തരുന്നില്ലേ? ചോരാതെ നനയാതെ വീടും കരമൊഴിവായി വസ്തുവകകളും അവിടുന്ന് കൽപ്പിച്ചു തന്നിട്ടില്ലേ? നാട് വാഴുന്ന പൊന്നുതമ്പുരാന്റെ കൽപ്പന എല്ലിട മാറ്റാൻ ആർക്കും അധികാരമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? കുംഭങ്ങൾ തീർപ്പവളെ മഹാളി തായേ, അഞ്ചെഴുത്തായി എട്ടെഴുത്തായി ശക്തി ഉടന പരമേശ്വരി പൂരണിയെ തായേ, സറക്കുളത്തക്കുള്ളിരിക്കും തായേ മഹാകാളി. കുംഭങ്ങൾ തീർപ്പവളെ മഹാളി തായേ, അഞ്ചെഴുത്തായി എട്ടെഴുത്തായി ആദിപരാശക്തി. കുംഭങ്ങൾ തീർപ്പവളെ തായേ മഹാളി, അഞ്ചെഴുത്തായി എട്ടെഴുത്തായി ആദിപരാശക്തി. പൂന പരമേശ്വരി പൂരണിയെ തായേ, സറക്കുളത്തുക്കുള്ളിരിക്കും മഹാളി. പൂന പരമേശ്വരി പൂരണിയെ തായേ, സർക്കുളത്തുക്കുള്ളിരിക്കും ആദിപരാശക്തി മഹമായി. കന്നി തിരുസൂലി കരിങ്കാളി അമ്മ, വന്യമരത്തിനടി മഹാളി തായേ, 3 മുഖം കൊണ്ടവളെ മുഴുതും എന്നെ കാപ്പായി. എന്തൊക്കെയാ കാളിയപ്പ വിശേഷം? ഉടനെ തൂക്കുണ്ടെന്ന് കേട്ടല്ലോ. ഓ, ഇയാക്കെന്താ ഒരു വല്ലാതെ? ഉടമ്പക്ക് സുഖമില്ല. ഓരോ തൂക്ക് കഴിയുമ്പോഴും കുറെ വസ്തുവും ദ്രവ്യവും ഒക്കെ കിട്ടുന്നതാ. എന്നിരുന്നാലും അയാൾക്കൊരു വല്ലാണ്ട. ആലോചിച്ചാ ശരിയാ, എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തന്റെ കഴുത്തി
കുരുക്കിടുന്ന പണിയല്ലയോ? അതിനിപ്പോ എന്താ, ജോലി ചെയ്യുന്നു, കൂലി വാങ്ങിക്കുന്നു. അങ്ങനെയല്ല, കഴിഞ്ഞ തവണത്തെ തൂക്കില് എന്തോ ഇടങ്കേടുണ്ടായിട്ടുണ്ട്. തൂക്ക് കഴിഞ്ഞ് 10 ദിവസം ചെന്നില്ല, അയാളുടെ ആദ്യത്തെ കെട്ടിയുള്ള കന്നിപ്പേരിൽ ചത്തു. നിരപരാധിയെ കൊന്നതിന്റെ പാപമാന്ന ആ പാവത്തിന്റെ വിചാരം. തൂക്കിക്കൊലയുടെ പാപം ആരാച്ചാർക്ക് വരുന്നത് എങ്ങനെ? അതൊരു ചോദ്യമാണ്. ശരിക്കും പാപം ആർക്കാ വരേണ്ടത്? കൊല്ലുന്നവനോ കൊല്ലിക്കുന്നവനോ? അത് അവസാന തീരുമാനം ആരുടേതെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം പാപം നാടുവാഴുന്ന തമ്പുരാൻ വരുമല്ലോ. അതിനൊക്കെ വഴി കണ്ടിട്ടുണ്ടോ? തൂക്കുന്ന സമയത്തിന് ഇച്ചിരി മുമ്പേ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചൊരു ഉത്തരവിറക്കും. കൊലപ്പുള്ളിയെ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടും അയാൾ ചെയ്ത അപരാധങ്ങൾ പുറത്തുകൊണ്ടു ദൂതൻ അതുമായി സെൻട്രൽ ജയിലിൽ എത്തുമ്പോഴേക്കും സംഗതി കഴിഞ്ഞു വരും. അത് കൊള്ളാമല്ലോ. അപ്പം പാപം ആർക്കാ കിട്ടുന്നത്? കഴുത്തി കയറിടുമ്പോ ഒറ്റപ്പിടുത്തത്തിന് സംഗതി തീരുവോ? ഒരു തൂക്കിൽ ചത്തില്ലെങ്കിൽ പിന്നെയും തൂക്കോ? ഒരു പ്രാവശ്യത്തിൽ അധികം തൂക്കാൻ ചട്ടമില്ലല്ലോ. അപ്പോഴും ഒറ്റ തൂക്കിൽ ചാവാത്തവർ എന്ത് ചെയ്യും? ഡേ അമ്പട്ടാ, ഉന്നട കത്തിയാലേ ഞാൻ കഴുത്ത് മുറിഞ്ച നീ കൊലക്കുട്ടത്തേക്ക് ആളാവൻ. ഓൻ കഴുത്തിലെ കയറ് പുറത്തേക്ക് ഞാനും ഒരുക്ക മാട്ടെ. അമ്മാ, നവകോണി നായകി, നാരായണി, ശൂലി, ഭുവന പരമേശ്വരി, എഴുന്നേര്. ബാധയാക്കും, ഇനി ഒന്നും ആകാതെ.
അണ്ണാച്ചു ഒരു നേരം ഭസ്മം ഇട്ടതേ ഉള്ളൂ. അങ്ങേതിലെ ഭാഗീരഥയുടെ പനി ഇതാന്നും പറഞ്ഞു പോയി. ഒത്തിരി കാലമായിട്ട് തൂക്കില്ലാത്തോണ്ട് സിറ്റിയൊക്കെ പോയതായിരുന്നല്ലോ. ഇപ്പോഴണ്ണാച്ചിയെ കാണണം. ഒരു പ്രത്യേക ശോഭയാ. തൂക്കടുക്കുന്തോറും അമ്മന്റെ അനുഗ്രഹം കൂടുന്നതാന്നാ പറയുന്നത്. ആരാച്ചാരിക്കൂടെ ദേവി ഓരോന്ന് കാണിക്കുന്നേ. ദേവി, അമ്മേ, മഹാമായി. எல முத்து, இங்க வாடா. ஏண்டா, ஆனா பிறந்தவன் நீ ஒரே ஒருத்தன். பேசாம இறங்கி போயிட்டாச்சுன்னா இதெல்லாம் கவனிக்கிறது யாரு? இந்த நூல்கழிய மன்றத்துல அதெல்லாம் அப்புறம் கொடுத்துக்கிடலாம். இப்ப நீ எங்கேயும் போக வேண்டாம். அம்மா, அண்ணாச்சி இருக்காங்களா? இருக்கார். அக்கா, செல்வி. அப்பா வீட்ல இருக்காரா? இருக்காரக்கா. இப்ப எங்கேயும் போறதில்லை. சாராய கடைக்கும் போறது இல்லையா? எங்கேயும் போறது கிடையாது. எப்போ ஒரே பூஜை தான். அப்பா, எவ்வளவு பூ பறிச்சாச்சு. அவ்வளவு பேர் வராங்களா? எப்போ ஒரே கூட்டமா இருக்கு. அம்மா சொல்றா, அப்பாவுக்கு அம்மா நினைக்கிறேன் கிடைச்சிருக்கான். நீ வீட்டுக்கு வர்றியா? நான் அப்புறமா வர்றேன். இன்னும் நிறைய பூ பறிக்கணும். பூவளையில பறிக்கணும். அக்கா 2 நாள் கழிச்சு தானே போவேன். இல்லடி, சாயந்தரம் திரும்பணும். நீ வேகமா வீட்டுக்கு வந்துடு. என்ன எல்லாம் தெரிஞ்சதுக்கு அப்புறமும் ஏமா நீயே இப்படி பேசுற? கொடுக்க முடிஞ்சதுக்கு மேலேயே கொடுத்து தானே உன்னை ஒருத்தன் கூட அனுப்பிச்சோம். உன் தங்கச்சி வயசுக்கு வந்தது உனக்கு தெரியாதா? எவ்வளவோ பேர் பார்த்து வச்ச நிலம் நம்ம நிலத்துக்கு சேர்ந்து அச்சாரம் கொடுத்து வருஷம் 1 ஆச்சு. இந்த வாரம் பிரமாணம் பண்ணா விட்டா கொடுத்த பணமும் போயிடும். இந்த நிலைமையில அப்பா அம்மா அல்லாத யார் உதவி பண்றது? உனக்கு மல்லிகாவை பத்தி நினைப்பே கிடையாது. நீ தான் ஒன்றும் நடக்க விட மாட்டிய. அப்பா கிட்ட சொன்னா எப்படி காரியத்தை முடிச்சு கொடுப்பாரு. ஆனா எப்படி பார்க்கவும் கூட முடியலையே. காளி, மகாமாயி, பகவதி தாயே, மாதவி கலவைத்து போயிருக்கா. இங்க கொஞ்சம் பணம் வர்றது அவளுக்கும் அவனுக்கும் தெரியுமில்ல. ஏதோ நிலம் வாங்கணுமா. மிச்சம் ஏதாவது இருந்தா அவளுக்கு கூட. இப்போ அப்படியாச்சா? குமரழிய வேண்டிய பொண்ணு வீட்டில் நிற்காங்கிறது உங்களுக்கும் மறந்து போச்சா? அதெல்லாம் கடவுள் விருப்பம். தாயே பகவதி. யோசித்த அற்புதமாய். கொலக்கயிறிலே வாழ்க்கை முடியுது. அதன் துண்டை பஸ்மம் பண்ணி கொடுத்தா வாழ்க்கை விடியுது.
எனக்கு ஒண்ணுமே புரியலையே. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. ഒരു കയർ തീരുമ്പോൾ അടുത്തത്. നാഗർകോവിലിൽ സേവാസമിതിക്കാർ മീറ്റിംഗും കൂടിയെന്നോ നമ്മുടെ മുത്തു തൂക്കിക്കൊല നടത്തണമെന്ന് പ്രസംഗിച്ചെന്നോ ഒക്കെ കേട്ടു. ഉള്ളതാണെന്നോ എന്തോ. தீவனங்கள் தனகட்டு விடுவாய். சிந்தையிலே வந்துரையும் திருசூலி அம்மா வந்து விளையாடும் மகாளி தாயே. உடம்பு சரியில்லையா? தொடச்சி விடட்டா? வந்து விளையாடும் மகாளி தாயே. 40 கோடி நாள் தூரம் இருப்பாய் காப்பாய் நீ மகாளி. மல்லிகா, சீக்கிரமா பாய் எடுத்து போடு. அப்பாவுக்கு உடம்பு சரியில்லை.
அஷ்டரை சுடரறுக்கும் சுந்தரியே தாயே, அண்டமெல்லாம் போற்றும் ஆனந்த தாயே, தக்கன் தலையறுத்த சாமுண்டி தாயே, தஞ்சமுன் தாயே, சர்வசக்தியும் நீயே. പോകാൻ തയ്യാറാണോ? ஆமா, ஆனா எனக்கு உடம்புக்கு கொஞ்சம் கூட முடியல. അതുകൊണ്ട് തൂക്കം മാറ്റി വെക്കണമെന്നാണോ? എടോ, ആരാച്ചാർക്ക് ഉടമ്പ് സുഖമില്ലെന്നും പറഞ്ഞ് തൂക്ക് മാറ്റി വെച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇതത്ര മേല് നോവുന്ന പണിയൊന്നുമല്ല. പിന്നെ ആരാച്ചാരെ ഒഴിവാക്കാൻ വകുപ്പുമില്ല. വല്ല സഹായത്തിനും വേണമെങ്കിൽ മകനും വന്നോട്ടെ. அம்மா தாயே, இந்த ஏழை செய்வதெல்லாம் உனக்காக. நீ நினைத்தபடி செய்வதும் செய்விப்பதும் எல்லாம் நீயே தாயே. இரத்தமும் கொலையும் பாபமும் பாவியும் எல்லாமே நீ தான் காளி.
முத்து, இது கிணத்து தண்ணியா? சூடா இருக்கே. இல்லையேப்பா. என்னமோ இன்னும் ஊத்து. இது நம்ம வீட்டு தண்ணி மாதிரி குளிரா இருக்கே. இப்போ இன்னும் ஊத்து. உடம்பெல்லாம் சுட்டுட்டு இருக்கு. சுட்டரை சுடருக்கும் சுந்தரியே தாயே, அண்டமெல்லாம் போற்றும் ஆனந்த தாயே, தகன் தலையிறத்த சாமுண்டி தாயே, பஞ்சம் உண்டாயே சர்வசக்தியும் நீயே. സനാതനം പിള്ള സാരായോ? അണ്ണാച്ചി വിഷമിക്കണ്ട, പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. അല്ല, ഉറക്ക വിളച്ചിരിക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും രസമൊക്കെ വേണ്ടതാ. ഡ്യൂട്ടിയിലായിപ്പോയി, ഇല്ലെങ്കിൽ കൂടാവായിരുന്നു. സനാതനം പിള്ള കടിക്കാനും കൂടെ. മകനെന്താ മാറിയിരിക്കുന്നേ? அதுதான் நானும் யோசிக்கிறேன். டே முத்து, இங்கே வாயேந்தா, என் பக்கத்தில் உட்காரு. ഇതൊരു പഴക്കം. ഒരു പകയില്ലാതെ ഒരുത്തൻ കഴുത്തിൽ ചുമ്മാ കയറി പോട முடியுமா? ஆனா சகாராயத்தில் எதுவும் பண்ணல. இந்தா சாப்பிடு. அப்பா, என்ன இது பிடிவாதம்? இதுக்கு முன்னாடி நான் உன்னோட சாராயம் குடிக்க சொல்லியிருக்கேனா? இப்போ சொல்கிறதுல விஷயம் இருக்கு. நீ முதல்ல குடிக்கிற சாராயம் என் கையால் தான் வேணும். ആദ്യം എല്ലാരും ഇങ്ങനെ. என்னமோ தெரியல, നെഞ്ചെല്ലാം ഒരേ എരിച്ചൽ. അണ്ണാച്ചിക്കൊന്നും ആയില്ല, അതിന്റെ കത്തല. തക്കൻ തലയറുത്ത സാമുണ്ടി തായേ, തക്കൻ തലയറുത്ത സാമുണ്ടി. எனக்கு தூக்கம் வர்ற പോലെ இருக்கு. അണ്ണാച്ചി എന്തോന്നാ പറഞ്ഞേ? ഉറക്കം വരുന്നെന്നോ? നല്ല കൂത്തായി. തൂക്കിന്റെ തലേന്ന് ആരാച്ചാർക്ക് ഉറക്കാം. ആരും കേൾക്കാത്തത് നന്നായി. അണ്ണാച്ചിക്ക് അറിയാവോ, തൂക്കാൻ പോകുന്ന പുള്ളിയും ആരാച്ചാരും ഒരുപോലെയാ. പുള്ളിക്ക് ഉറക്കം വരത്തില്ല, അപ്പോൾ ആരാച്ചാരും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാണ്ടിരിക്കാൻ ഞാനൊരു കഥ പറയാം. പുണ്യപുരാണ കഥകളെ പറയാവൂ, അതാ പതിവ്. അതിനെന്താ, ഭക്തനന്ദനാരുടെ കഥ പറയാം. ഇഹലോകത്തെ ശരീരം ഉപേക്ഷിക്കാതെ നേരിട്ട് പരലോകത്തേക്ക് കയറിപ്പോയ നന്ദനാരുടെ കഥ. നന്ദനാര് തൊടാനും തീണ്ടാനും പാടില്ലാത്ത ഹീനജാതിയിലാണ് ജനിച്ചത്. പക്ഷേ പൊടിയായിരിക്കുമ്പോഴേ ഈശ്വരഭക്തിയും ദൈവാനുഗ്രഹവും ഉള്ളവനായി. ചിദംബരം ക്ഷേത്രം അറിയാവോ? അതിൻ്റെ മുറ്റത്തൊരു വലിയ കാള കിടപ്പുണ്ട്. 1 കല്ല് തീർത്തതാ. തൊട്ടുകൂടാത്തവൻ അമ്പലത്തിൽ പോകാൻ പറ്റുമോ?
കളങ്കമില്ലാത്ത മനസ്സോടെ കൊച്ചുനന്ദനാര് ശിവഭഗവാനെ കാണാൻ കുതിച്ചങ്ങനെ നിന്നു. അകത്ത് കയറാനൊക്കുവോ? പുറത്ത് നിന്നാൽ കാണാനായിട്ട് പറ്റത്തുമില്ല. കാരണം നന്ദികേശ്വരൻ കാഴ്ച മറച്ച് കിടക്കുമല്ലയോ. പക്ഷേ നന്ദനാർക്ക് ഭക്തിയുടെ ശക്തി ഉണ്ടായിരുന്നു, കളങ്കമില്ലാത്ത ഭക്തി. കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അവൻ കാളയോട് പറഞ്ഞു, വഴിയിൽ നിന്ന് മാറ്. ശിലയായി കിടന്ന നന്ദി എണീറ്റ് മാറിക്കിടന്നു. ഇപ്പോഴവിടെ ചെന്നാൽ കാണാം, നന്ദി വിഗ്രഹം വഴിമാറിയാ കിടക്കുന്നത്. இந்த கதை விடுங்க, என்னை தூங்க விடாத ஒரு கதை சொல்லுங்க. സത്യം പാലിക്കാൻ വേണ്ടി രാജ്യവും ഭാര്യയും മക്കളെ എല്ലാം ഉപേക്ഷിച്ച ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കഥയായാലോ? ഇക്കാലത്ത് ആർക്ക് കേൾക്കണം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ കഥ? നല്ല എരിയും പുളിയും ഉള്ളതും വല്ലതും ഉണ്ടേ പറ. ഇത്തരം കഥകളൊന്നും ഇവിടെ പറയാൻ പാടില്ലാത്തതാ. 13കാരി പെൺകൊച്ചിനെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥയായാലോ? കഥ നടക്കുന്നത് ഒരു കുഗ്രാമത്തിലാണ്. മലയും താഴ്വാരവും മേച്ചിൽ സ്ഥലങ്ങളും താമരക്കുളങ്ങളും തോടും വയലും പനമരങ്ങളും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വയസ്സ് ഒരു 12-13. തളിര് പോലത്തെ കൊച്ച്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ഒരു പൂത്തുമ്പിയെ പോലെയായിരുന്നു അവൾ. അവളുടെ കൈ തൊടാൻ കൊതിച്ചിട്ടെന്ന പോലെ തെറ്റിയും കാക്കാത്തിയും വേലിപ്പരുത്തിയും പൂവിടർത്തി കാത്തു നിൽക്കും. മാല കെട്ടാൻ പൂ പറിച്ചും അരുവിയിലെ വെള്ളത്തിൽ കളിച്ചും ആട്ടിനെ മേച്ചും ഗ്രാമത്തിൻ്റെ വിശുദ്ധി പോലെ അവൾ അങ്ങനെ പറന്ന് നടക്കും.
ഈ ആട്ടുംകുട്ടിക്ക് ഉടമസ്ഥരുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? ചെകിടിയാണോ? അപ്പോ ആട് നിങ്ങളുടെ അല്ല. സമാധാനമായി. ഞാൻ വിചാരിക്കുകയായിരുന്നു കാണാൻ നല്ലൊരു കൊച്ച് ഊമയായി പോയല്ലോന്ന്. ஏன் புள்ள நேரம் முடியலையே, அதுக்குள்ள ஆட்டை அவுத்துக்கிட்டு எங்க போற? அதுக்கு பசி, ஒரே அழுகை. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടോ? നല്ല രസാ. ചുരുക്കി പറഞ്ഞാൽ അവർ പ്രേമബദ്ധരായി. നിഷ്കളങ്കവും നിർദോഷവും സുന്ദരവുമായ പ്രണയം. അവനാണെങ്കിൽ തന്തയോ തള്ളയോ മറ്റു ബന്ധുക്കളോ ഒന്നുമില്ലാത്ത ഒരനാഥൻ. മലയ്ക്കപ്പുറത്ത് ഏതോ ഗ്രാമത്തിലുള്ളതാ. ടൗണിലും ചന്ത കൂടുന്നിടത്തുമൊക്കെ പോയി പുല്ലാങ്കൊഴല് വാങ്ങിക്കും. ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും. അവനായിട്ട് ആരോടും ഒന്നും ചോദിക്കുകയില്ല, ആരോടും വഴക്കുമില്ല, പരാതിയില്ല. അങ്ങനെയായിരുന്നു ആ ഏഴയുടെ ജീവിതം. ഇത് വെറുമൊരു ഈറ്റത്തുണ്ടാണ്. ഇത് കനൽ പൊള്ളിച്ചുണ്ടാക്കിയ തുളകൾ. ഇതിലടച്ചും തുറന്നു മൂതുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്നറിയാമോ? സംഗീതം അല്ല, സ്നേഹം, അൻപ്. அடுத்த ஜென்மம் எனக்கு ஒரு மீனாவணும். അതെന്താ? எவ்வளோ ரசமா இருக்கும். முங்கியும் நீந்தியும்
കളിച്ച് രസിച്ച് നടക്കലാമേ. നിനക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ കാണുന്ന മീനിൽ പകുതി പോലും നാളെ അവിടെ കാണത്തില്ല. അടിയിൽ ഇതിനെ വിഴുങ്ങാൻ ഒളിഞ്ഞു കിടക്കുന്ന വലിയ മീനുണ്ട്. പിന്നെ നീർക്കോലികൾ. മുകളിൽ നിന്നാണെങ്കിൽ കൊത്തിപ്പറക്കാൻ പൊന്മാൻ വരും. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, പക്ഷെ സത്യം അറിഞ്ഞിരിക്കണം. നാളെ ഞാൻ കാണത്തില്ല. ഞങ്ങളുടെ കോവിലിലെ ഉത്സവമാണ്. അവനില്ലാത്ത പോലെ നടന്നോ? തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കാടോ. ഞാൻ അതിന്റെ കണക്കിന് പറഞ്ഞു വരികയല്ലയോ. അണ്ണാജി, ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. ഇയാള് കഥ പറയാനൊരു മിടുക്കനാ. അയാളുടെ പൊടിപ്പും തൊങ്ങലും വിവരണവും കേൾക്കാൻ രസം തന്നെയാ. കിളത്താതടോ, ഒരുമാതിരി പറഞ്ഞോണ്ട് വരികയായിരുന്നു. അതിൻ്റെ ഇടയിൽ കയറി അയാളുടെ ഒരു കൊച്ചു വർത്തമാനം. അപ്പോഴാ என்ன மல்லிகா, இன்னும் தூங்கலையா? இதோ தூங்க போறேன். விளக்கு கெடுத்திடு. ஏம்மா இங்கே உட்காந்துட்டு இருக்க? சும்மா
മല്ലിക എനക്കാ ആ സൂര്യനെ നേരെ പിടിച്ചു നോക്ക്, കാണാൻ നല്ല രസാ. കണ്ണടച്ചാലും കാണുന്ന ഒരു വിദ്യയുണ്ട്, പഠിക്കണം. ആ പൂവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. നോക്കിയോ? സൂക്ഷിച്ചു നോക്കിയോ? എന്നാ കണ്ണടക്കി. അടച്ചു. വെറുതെ അടച്ചാ പോരാ, മുറുക്കി അടയ്ക്കണം. മുറുക്കി അടച്ചോ? മുറുക്കി അടയ്ക്കാൻ മുടിയില്ല, കണ്ണ് തിറന്ന് വന്നിട്ടേ ഇருக்கு. എന്നാ പിന്നെ ഞാൻ പൊത്തി തരട്ടെ? ഇപ്പൊ ഒരേ ഇതാ இருக்கு. ആരാ അത്? അത് അയാൾ ആരാന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? വല്ല വീടനുമായിരിക്കും, കള്ളുകുടിയനും പെണ്ണുപിടിയനും. ഏയ്, ഇതൊന്നുമല്ല. അയാൾ കള്ള് കൈകൊണ്ട് തൊടത്തില്ല. സ്വന്തം ഭാര്യയല്ലാതെ വേറൊരു സ്ത്രീയെ അന്യവിചാരത്തോടെ അതുവരെ നോക്കിയിട്ടുമില്ല. അയാൾ വേറെ ആരുമല്ല, അവളുടെ മൂത്തതിൻ്റെ കെട്ടിയോനാ. പക്ഷേ അന്ന് അവളെ അങ്ങനെ കണ്ട നിമിഷം എല്ലാം മാറി. അതുവരെ അയാൾ ശരിക്കൊന്നും നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആ കൊച്ചു പെണ്ണ് പെട്ടെന്ന് കൊഴുത്തുമുഴുത്ത ഒരു യുവതിയായി. അവൾ മോഹിനിയായി അയാളെ അലട്ടാൻ തുടങ്ങി. അയാളുടെ സ്വസ്ഥത നശിപ്പിച്ചു, സമനില തെറ്റി. என்ன சிந்தனை? ഒന്നുമില്ലേ. கொஞ்சம் கூட சாப்பிடவே இல்லையே. പശയില്ലേ? உங்களுக்கு என்ன ஆயிட்டு? கொஞ்ச நாளா பசி இல்லை, தூக்கம் இல்லை, ஏதோ நோய் வந்த மாதிரி. எதுவானாலும் எங்கிட்ட சொல்லக்கூடாதா? ஒண்ணுமே இல்லை. நீ தூங்குறியா என்ன?
ஏன் அங்கேயே நின்னுட்ட? யாரையும் காணலே. மண்டைக்காட்டு கோயிலுக்கு போயிருக்காங்க. மாதவி வரலையா? நான் இங்க வந்தல்லே, அந்த கரையிலே ஒருத்தனை பார்க்க வந்தேன். அப்ப இங்கேயும் வந்துட்டு போலாமேன்னு நினைச்சேன். ஏறி உட்காரு, மோர் தண்ணி கொண்டு வரேன். ஐயோ வேண்டாம். மல்லிகை இங்கே இல்லையா? ஆட்டோ மேய்க்க போயிருக்கா. இது எனக்கு கூட வாசிக்க கத்துக்கொடே. ഈ വിരല് ഇവിടെ, ഇത് ഇവിടെ, ഇത് ഇവിടെ. ഇനി വിരൽ ഇവിടുന്ന് എടുക്കുക. ആ തരും. ഇതിവിടെ വെച്ച് ഇതിങ്ങനെ വെച്ച് ഇതാണ് സ്വരങ്ങൾ. സരി ഗ മ പ ധ നി. ഇത് വായിച്ചു പഠിക്കേ. ഞാൻ ഇപ്പം വരാം. சீக்கிரம் வந்துடு, நான் இங்கே உட்காந்துட்டு இருப்பேன். முக்கியமான ஒரு விஷயம் சொல்ல போறேன். நிறுத்து. அப்பா ஏன் சத்தம் போட்டீங்க? ദേ
കുറച്ച് വിശ്രമിച്ചോളൂ. வேணாம், நான் படுத்தா தூங்காம இருக்கிறது கஷ்டம். கதை சொல்லுங்க. அப்புறம் என்ன ஆச்சு? അണ്ണാച്ചിക്ക് വിഷമമായോ? ഇതുപോലെ വല്ലവരെ അറിയാമോ? സമയം ഇനിയും കിടക്കുന്നു. ബാക്കിയോടെ പറഞ്ഞേ. വല്ലാത്ത സ്ഥലത്തല്ലേ കൊണ്ട് നിർത്തിയേക്കുന്നേ. എന്തിനൊരുപാട് പറയുന്നു. പിന്നെ നാട്ടുകാർ കാണുന്നത് പെങ്കൊച്ചിന്റെ ശവമാണ്. മുറ്റത്ത് കിടന്ന് ഉടഞ്ഞ ഓടക്കുഴലും ചതഞ്ഞ താമരമുട്ടും ആ അനാഥപ്പയ്യനെതിരായുള്ള നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളായി. അവന് വേണ്ടി വാദിക്കാനോ അപ്പീൽ കൊടുക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല. നാട്ടുകാർക്കിടയിൽ ചില ഊഹാപോഹങ്ങൾ മാത്രം പരന്നു. യഥാർത്ഥ കുറ്റവാളി നിയമത്തിൻ്റെ കണ്ണിൽ പെട്ടതേയില്ല. മരുമകനെ രക്ഷിക്കാൻ എല്ലാം അറിഞ്ഞിരുന്നിട്ടും തന്ത പോയി സാക്ഷിയും പറഞ്ഞു. ഒന്നോർത്താൽ അയാൾ ചെയ്തല്ലയോ ശരി. ഒരു മോളോ പോയി, മറ്റേത് വിധവ കൂടെ ആയാലോ? കൊടൂരം. പിറകെ എന്നാ ആச்சு? ആ, തൂക്കാൻ പോണ പുള്ളിയുടെ കഥയൊന്നും കേട്ടില്ലയോ? എല്ലാം പത്രത്തിലുണ്ടായിരുന്നല്ലോ. ആരും പറഞ്ഞില്ലയോ? അതിലൊരു ന്യായമുണ്ട്. ആരാച്ചാരെന്തിനാ കൊലപ്പുള്ളിയുടെ ചരിത്രം അറിയുന്നേ? അപ്പുറം അവനക്ക് എന്നാ ആச்சு? എന്താ ആച്ചെന്നോ? ആകാൻ പോണതേ ഉള്ളൂ. ഇനി ഇപ്പൊ 1-2 മണിക്കൂറിനകം അണ്ണാച്ചി അയാളെ തൂക്കാൻ പോവുക. ഞാനോ? ഇല്ലേ ഇല്ലേ? അയ്യോ അപ്പാ, വേഗം വെച്ച് വെള്ളം. അപ്പാ, ഡോക്ടർ കൊണ്ടാക സീക്കിരം. അപ്പാ അപ്പാ അപ്പാ, വെള്ളം കുടിച്ചേ. നിയമപരമായ ഒരു പ്രതിസന്ധിയാണിത്. തൂക്കിന്റെ സമയം കഴിഞ്ഞാൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള പൊന്നുതമ്പുരാന്റെ കൽപ്പന വരും. സമയത്ത് നടന്നില്ലെങ്കിൽ എൻ്റെ തൊപ്പി തെറിക്കും. ഒരു പോംവഴി കാണാതിരിക്കത്തില്ല. ആട്ടെ, ആരാച്ചാരുടെ സഹായികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മകനോ മരുമകനോ? മകൻ വന്നിട്ടുണ്ട് ഏമാനെ. എന്നാൽ ഇനി താമസിപ്പിക്കണ്ട. ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ.